ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ പോയൊരു കൊട്ടിയൂർ യാത്രയെ പറ്റിയാണ്. പറഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും വന്നുകൊണ്ട് 3 മണിക്ക് തന്നെ നമ്മൾ ഇറങ്ങി. നമ്മളെ നാട്ടുകാർ എവിടെ പോകുന്നുണ്ടെങ്കിലും ഗുളികനെ കാണാണ്ട് പോകാറില്ല. അങ്ങനെ ഗുളികന്റെ ഭണ്ണാരത്തിൽ പൈസ ഇട്ട് നമ്മൾ യാത്ര തുടർന്നു. എന്റെ സ്വന്തം ക്ലബ്ബായ സ്നേഹദീന സാംസ്കാരിക വേദി 8ാമത്തെ പ്രാവശ്യമാണ് കൊട്ടിയൂരേക്ക് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. ചെറിയ ചില കാരണങ്ങൾ കൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിട്ടു. അങ്ങനെ രാവിലെ 6 മണിയാകുമ്പോഴത്തേനും നമ്മൾ കൊട്ടിയൂരെത്തി. വൈശാഖ മഹോത്സവമായാലും അക്കരെ കൊട്ടിയൂരാണ് നമ്മൾ പ്രധാനമായിട്ടും തുടരേണ്ടത്. ആദ്യം തന്നെ ബാവേലി പുഴയിൽ ഇറങ്ങി കുളിക്കണം. ശക്തമായ ഒഴുക്കുണ്ടായതുകൊണ്ട് പുഴയിൽ സാധാരണ കുളിക്കും പോലെ ഒന്നും കുളിക്കാൻ പറ്റില്ല. പുഴയുടെ ഓരത്ത് നിന്നിട്ട് ഒരു കുളി അങ്ങ് പാസാക്കി. കുളിയും കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക്. പ്രകൃതിയും ദൈവവും മനുഷ്യനും ഒന്നാകുന്ന ഒരു സ്ഥലം, അത് ഇവിടെ വന്ന് തന്നെ അറിയണം. അങ്ങനെ അവിടെ 3 പ്രദക്ഷിണം വെച്ച് കൂടെയുള്ളവരൊപ്പം നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കുമ്പോഴേക്കും ഫോണങ്ങ് ഹാങ് ആയി. ടച്ചൊന്നും വർക്ക് ചെയ്യുന്നില്ല. എന്ത് പറ്റിയെന്ന് അറിയാണ്ട് കുറേ നേരം ടെൻഷൻ എടുത്തു. അങ്ങനെ ഇറങ്ങുന്നത് വരെ ഫോൺ നോക്കി, ഫോൺ ശരിയായില്ല. അങ്ങനെ അവിടെ നിന്ന് എടുക്കേണ്ട ഫോട്ടോസും വീഡിയോസും എല്ലാം മിസ്സായി. കൊട്ടിയൂർ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വൈശാഖ് വിളിച്ചു പറഞ്ഞ് 2 ഓടപ്പ് വാങ്ങാൻ. അങ്ങനെ അതും വാങ്ങി കൊട്ടിയൂരിൽ നിന്ന് യാത്ര തിരിച്ചു. പിന്നെ നമ്മൾ പോയത് നേരെ പുരളിമല മുത്തപ്പൻ്റെ അമ്പലത്തിലേക്കാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ മുത്തപ്പനും തിരുവപ്പനും 2 പേരും ഉണ്ടായി. കൂടെയുള്ളവരെല്ലാം മുത്തപ്പനെ തൊഴാൻ പോയി. ഞാനും മുത്തപ്പനും ചെറിയൊരു ഡീലില്ലതുകൊണ്ട് മുത്തപ്പനെ തൊഴാൻ ഞാൻ പോയില്ല. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് അന്നദാനം കഴിച്ചിരുന്നു. ഇത്തവണ നോക്കിയപ്പോൾ പുകയരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴറിഞ്ഞത് 12 മണിയാവാതെ അന്നദാനം കൊടുക്കില്ലെന്ന്. അങ്ങനെ എടുത്ത് പ്രസാദമായ പയറും കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് മൃദംഗശൈലേശ്വര ക്ഷേത്രത്തിലേക്കാണ്. നമ്മൾ ഇന്ന് കാണുന്ന കഥകളിയിലെ സ്ത്രീവേഷം കോട്ടയം നമ്പുരാന്റെ മനസ്സിൽ ഇവിടുത്തെ ദേവി പ്രത്യക്ഷപ്പെട്ടതാണ്. അരയ്ക്ക് മുകളിലോട്ട് മാത്രമായിട്ടാണ് ദേവി ഈ കുളത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന കഥകളിയിലെ സ്ത്രീവേഷത്തിന് അരക്ക് താഴോട്ട് വെള്ളയുടുപ്പ് വന്നത്. അങ്ങനെ ഇവിടെ തൊഴുത ശേഷം ഇവിടുന്ന് തന്നെ അന്നദാനം കഴിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും പായസവും കൂട്ടിയുള്ള അന്നദാനം അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് മാമാനത്തമ്പലത്തേക്കാണ്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ബസ്സിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ശബരിമലക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടിയൂർ യാത്രയിലും ഈ ബസ് തന്നെയായിരുന്നു നമ്മളും ചൂസ് ചെയ്തത്. വജ്ര ട്രാവൽ ഹബിന്റെ ഈ ബസ് നമുക്ക് എപ്പോൾ സ്വന്തം ബസ് പോലെയാണ്. എത്ര തിരക്കുള്ള ദിവസമായാലും നമ്മളൊരു യാത്ര പറഞ്ഞാൽ രാഗിയേട്ടൻ ബസ്സുമായിട്ട് വരും. അതിന് രാഗിയേട്ടനോടുള്ള നന്ദി എപ്പോഴും പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവറെ ക്യാബിൽ ഇങ്ങനെ മലർന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക സ്വാതന്ത്ര്യമുണ്ട്. ഞാനിങ്ങനെ മലർന്ന് കിടന്ന് രാഗിയേട്ടനോട് കത്തിയടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് നല്ല പാട്ടും ഡാൻസും. ദീപേട്ടനും പിള്ളേരൊക്കെ അടിച്ചു പൊളിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് മാമാനത്തേക്കാണ്. മാമാനത്തെത്തിയപ്പോഴേക്കും നടയടക്കാറായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കാതെ നേരെ പോയിട്ട് തൊഴുതു വന്നു. തിരിച്ചു വന്ന് അവിടേക്കൊന്ന് കറങ്ങിയപ്പോൾ ദേ നിൽക്കുന്നു ശശിതേച്ചി ചന്തയിൽ. ഇത് വെറുതെ വില നോക്കാൻ വേണ്ടി മാത്രം കയറിയതാണെന്ന് കണ്ടാൽ അറിയാം. അമ്പലത്തിന് പുറത്തിറങ്ങുമ്പോഴേക്കും മഴ മാറാൻ തുടങ്ങി. പിന്നെ ഓടടാ ഓട്ടം വണ്ടിയിലേക്ക്. അങ്ങനെ ഇത്തവണത്തെ കൊട്ടിയൂർ യാത്ര ഇവിടെ തീർന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.